സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം ജനവിധി യു.ഡി.എഫിന് ആശ്വാസം നൽകുമ്പോൾ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന വാദമാണ് എൽ.ഡി.എഫിനെ കുഴയ്ക്കുന്നത്. അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വോട്ട് കൂട്ടാനാകാത്തതിൽ ബി.ജെ.പിയും പഴി കേൾക്കേണ്ടി വരും. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകും മലപ്പുറം തെരഞ്ഞെടുപ്പെന്ന് ആദ്യം വാദമുന്നയിച്ചത് CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. പിന്നീട് മറ്റ് ഇടതു നേതാക്കൾ ഇതിൽ നിന്ന് പിന്നോട്ടു പോയെങ്കിലും പ്രതിപക്ഷം ഇത് ഉയർത്തിക്കാട്ടി. മലപ്പുറം പോലെയൊരു യു.ഡി.എഫിന്റെ ഉറച്ച കോട്ടയിലെ ജനവിധി ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന വാദം CPM-ലെ ഭിന്നതയാണെന്നും വ്യാഖ്യാനമുണ്ടായി. എന്നാൽ P.K. കുഞ്ഞാലിക്കുട്ടിയുടെ വൻ വിജയം സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ ചെന്നെത്തുക സംസ്ഥാന ഭരണത്തിൽ തന്നെയായിരിക്കും. തുടർച്ചയായ വിവാദങ്ങളിൽപ്പെടുന്ന ഭരണത്തോടുള്ള ജനവികാരമാണ് മലപ്പുറം വിധിയെന്ന് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. ഇടതുമുന്നണിയിലെ ഭിന്നതകൾക്ക് പരിഹാരം തേടിയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ മലപ്പുറം വിധിയും ഉയർന്നുവരും. അതേസമയം മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ട് അധികം കിട്ടിയതാണ് LDF-ന്റെയും സർക്കാരിന്റെയും ആശ്വാസം. മികച്ച തെരഞ്ഞെടുപ്പ് വിജയം UDF ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിതറിപ്പോയ രാഷ്ട്രീയ സംവിധാനം മലപ്പുറം തെരഞ്ഞെടുപ്പോടെ കോർത്തിണക്കാൻ UDF-ന് കഴിയുമോ എന്നതാണ് നിർണായകം. പ്രാദേശിക ഭിന്നതകൾ മാറ്റിവെച്ച് ലീഗ് കോൺഗ്രസ് അണികൾ ഒന്നിച്ചു നിന്നത് ഇവിടെ നേട്ടമായെന്ന് UDF വിലയിരുത്തുന്നു. പക്ഷേ എല്ലാ അനുകൂല ഘടകങ്ങളുണ്ടായിട്ടും മുൻ ഭൂരിപക്ഷത്തിനൊപ്പമെത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയാത്തത് വിജയത്തിന്റെ നിറം കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് മോഡി തരംഗം ആഞ്ഞടിക്കുമ്പോഴും കേരളത്തിലത് ഏശിയില്ല എന്നതാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തിരിച്ചടി. കേന്ദ്ര സർക്കാരിന്റെ അനുകൂല സാഹചര്യങ്ങളൊന്നും മലപ്പുറത്ത് കണ്ടില്ല. വോട്ട് ശതമാനത്തിലുണ്ടായ നേരിയ വർധനവ് മാത്രമായി BJP-യുടെ നേട്ടം ഒതുങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം.